നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 48-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇസ്രായേൽ എന്ന പേർ വിളിക്കപ്പെട്ടവരും യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരുമായ യാക്കോബ് ഗൃഹമേ, ഇത് കേട്ടുകൊള്ളുവീൻ. അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരം എന്ന് വിളിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു. പൂർവ്വ കാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു. അവ എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ അവയെ കേൾപ്പിച്ചു. പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു. അവ സംഭവിച്ചുമിരിക്കുന്നു. നീ കഠിനൻ എന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുക കൊണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു. എൻ്റെ വിഗ്രഹം അവയെ ചെയ്തുവെന്നും എൻ്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചുവെന്നും നീ പറയാതെ ഇരിക്കേണ്ടതിന് അവ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കേൾപ്പിച്ചുമിരിക്കുന്നു. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോഴെല്ലാം കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഞാനത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല, ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിന് മുൻപ് നീ അതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. നീ കേൾക്കുകയോ അറിയുകയോ നിന്റെ ചെവി അന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നീ വളരെ ദ്രോഹം ചെയ്തു. ഗർഭം മുതൽ വിശ്വാസവഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ നാമനിമിത്തം ഞാൻ എൻ്റെ കോപത്തെ താമസിപ്പിക്കുന്നു. നിന്നെ സഹായിക്കേണ്ടതിന് എൻ്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. ഇതാ, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ല താനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാക്കുന്നു. ശോധന കഴിച്ചത് എൻ്റെ നിമിത്തം, എൻ്റെ നാമം നിമിത്തം തന്നെ. ഞാനത് ചെയ്യും. എൻ്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കാൻ. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, എൻ്റെ വലങ്കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവീൻ. അവരിലാർ ഇത് പ്രസ്താവിച്ചു? യഹോവ സ്നേഹിക്കുന്നവൻ ബാബേലിനോട് അവൻ്റെ ഹിതവും കൽദയരോട് അവൻ്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ച് വരുത്തിയിരിക്കുന്നു. അവൻ്റെ വഴി സാധ്യമാകും. നിങ്ങൾ അടുത്തു വന്നത് കേൾപ്പീൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോൾ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിലും വളരെ പ്രസിദ്ധങ്ങളായ പല വാക്യങ്ങളുമുണ്ട്. അതിൻ്റെ 2-ാം വാക്യം, അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരം എന്ന് വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങളുടെ യഹോവയായ ദൈവം, അതാകുന്നു എൻ്റെ നാമം. 9-ാം വാക്യം, എൻ്റെ നാമനിമിത്തം ഞാൻ എൻ്റെ കോപത്തെ താമസിപ്പിക്കുന്നു. 12-ാം വാക്യം, ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. 16-ാം വാക്യം, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. 17-ാം വാക്യം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ.
1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇസ്രയേലിൻ്റെ ബാബേലിൽ നിന്നുള്ള വിടുതലാണ് വിഷയം. ബാബേൽ ഇസ്രയേലിനെ ഉപദ്രവിച്ച നിമിത്തം തീർച്ചയായിട്ടും ദൈവം അതിന് ബാബേലിനോട് പ്രതികാരം ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ ബാബേലിൻ്റെ വിഗ്രഹാരാധന നിമിത്തം യഹോവയേക്കാൾ മെച്ചം തങ്ങളുടെ വിഗ്രഹമാണ് എന്ന് പറഞ്ഞ് അവ എടുത്തുകൊണ്ട് നടക്കുകയും വലിയ ഘോഷങ്ങൾ നടത്തുകയും അവരെ യഹോവയെ നിന്ദിക്കുകയും ഒക്കെ ചെയ്തതിനാൽ തീർച്ചയായിട്ടും യഹോവ തൻ്റെ മഹത്വം അവരെ അറിയിക്കും എന്നാണ്. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അത് ദൈവം ഇസ്രയേലിനെ ശുദ്ധീകരിക്കാനാണ്, വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അല്ലെങ്കിലും അവരെ ശുദ്ധീകരിക്കാനാണ് ബാബേലിലേക്ക് അയച്ചത് എന്നാണ്. ശരിയാണ്, ബാബേലിൽ ചെന്ന ഇസ്രയേലിന് ഭക്തിയുണ്ടായി. ദാനിയേലിൻ്റെ കാര്യവും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ കാര്യവും ഒക്കെ നമുക്കറിയാം. അവര് ബാബേലിൽ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ കൈയാണ് എന്ന് മനസ്സിലാക്കി അവർ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇടയായതിനാൽ അവർക്ക് അനുഗ്രഹം ഉണ്ടായി. അവർ നിമിത്തം ബാബേലിന് പോലും ദൈവഭയം ഉണ്ടാകാൻ ഇടയായി. വാസ്തവത്തിൽ ദൈവം ബാബേലിൽ അയച്ചതും ബാബേൽക്കാരെ കൊണ്ട് അവരെ ശിക്ഷിപ്പിച്ചതും ഇസ്രായേലിനെ ശുദ്ധീകരിക്കാനും ആ ശുദ്ധീകരണം കഴിയുമ്പോൾ അവരെ മടക്കി വരുത്താനും ആയിരുന്നു. 16-ാം വാക്യം പറയുന്നത്, യഹോവയായ ദൈവം എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിന് 2 വാഗ്ദാനങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പുത്രനെ വാഗ്ദാനം ചെയ്തത് മനുഷ്യവർഗത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് മനുഷ്യവർഗത്തിന് രക്ഷ ഒരുക്കാനാണ്. കാൽവറിയിൽ വെളിപ്പെട്ട് രക്ഷ ഒരുക്കുക, അതായിരുന്നു പുത്രനെ കൊണ്ട് പിതാവ് ഉദ്ദേശിച്ചത്. പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തത് ഈ പുത്രനെ രക്ഷകനായി സ്വീകരിക്കാൻ അവരിൽ വ്യാപരിക്കുക. 2, പുത്രനെ കൈക്കൊള്ളുന്ന ആളുകളെ ആത്മീകമായി വഴി നടത്തുകയും കൃപാവരങ്ങൾ നൽകി അവരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. അതിനാണ് പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ദൈവം വാഗ്ദാനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിൻ്റെ ഈ മടങ്ങി വരവ് അത് ദൈവാത്മാവിനാൽ സഭ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ ദൈവാത്മാവ് ദൈവവഴിയിൽ നടത്തുവാൻ സഹായിക്കുന്ന ഈ സഭാകാലത്തിൻ്റെ ഒരു നിഴലുകൂടെയാണ്. 18-ഉം 19-ഉം വാക്യങ്ങൾ പറയുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് നദി പോലെ സമാധാനം ഉണ്ടാകും, മക്കൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ്. പ്രിയപ്പെട്ടവർ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മക്കളെ പക്ഷേ ശിക്ഷണത്തിൽ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഏലിപുരോഹിതന് സംഭവിച്ചതുപോലെ ആകരുത്, മക്കളെ ശാസിച്ചമർത്തണം. നമ്മൾ പുതിയ നിയമത്തിൽ തിമോഥെയോസ് സ്നേഹത്തിലൊക്കെ വായിക്കുന്നത് ഭാര്യയും മക്കളെയും അനുസരണത്തിൽ പാലിക്കുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ശിശുക്കൾക്ക് ഉപദേഷ്ടാവായിരിക്കണമെന്ന് റോമാലേഖനം പറയുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ധാർമ്മിക പ്രമാണങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒപ്പം സുവിശേഷം അവരെ അറിയിക്കണം. അതനുസരിച്ച് അവര് യേശുവിനെ കൈക്കൊള്ളാൻ ഇടയായി തീർന്നാൽ ഇരട്ടി അനുഗ്രഹങ്ങൾ അവർക്ക് നേടാനായിട്ട് സാധിക്കും. ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ എത്ര ക്ഷേമത്തോടെ നടത്തിയോ അതുപോലെ തന്നെ രക്ഷകനായി സ്വീകരിക്കുന്നവരെ നടത്തും എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കായി ഭൂമിയിൽ വന്ന് ആത്മരക്ഷ ഒരുക്കിയ, കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കിയ യേശുവിനെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ. യേശുവിൻ്റെ വീണ്ടും വരവിനായിട്ട് ഒരുങ്ങുവാൻ വിശ്വാസികൾക്ക് ഇടയാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.